ഇന്നത്തെ വീഡിയോ നമ്മൾ പരിചയപ്പെടുത്തുന്നത് വിക്ടോറിയ സീക്രട്ട് ബോംഷെൽ എന്ന് പറയുന്ന ഒരു പെർഫ്യൂമാണ്. ഇത് പെർഫ്യൂമിന്റെ ബോട്ടിൽ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ, കണ്ടോ. പിന്നെ ഇതിലെ കൂട്ടത്തിൽ ഹൈപ്പ് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ അവരുടെ VS എന്ന് പറഞ്ഞിട്ട് ലോഗോ അവർ ഇവിടെ പിൻ ചെയ്തിട്ടുണ്ട്, കണ്ടോ. അത് പോന്നല്ലോ, എന്താ മാഗ്നറ്റിക് സിസ്റ്റം സംശയം അതാണ്, ഒട്ടിപ്പല്ല കേട്ടോ, കണ്ടോ. ഇങ്ങനെ ബോട്ടിൻ്റെ ഷെയ്ഡ് ഇങ്ങനെ വരികയാണ്. പുറമെ ഒരു റിബൺമല് വിക്ടോറിയാസ് എന്നും കൂടി ഇങ്ങനെ കാണുന്നുണ്ട്. ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളത് ലേഡീസിന് ഇഷ്ടപ്പെടുന്ന ഒരു പെർഫ്യൂമാണ്. ലേഡീസിൻ്റെ ഡ്രീം പെർഫ്യൂം ആയിട്ടാണ് അവർ ഗൂഗിളിലൊക്കെ റിവ്യൂവിൽ നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മൾ ഗൂഗിൾ റിവ്യൂവിൽ കാണുന്നത്. ലേഡീസിന് ഇഷ്ടപ്പെടുന്നതായിട്ടാണ്. ബോട്ടിൽ ഇങ്ങനെയാണ്, കണ്ടില്ലേ. ബോട്ടിൽ ഇങ്ങനെയാണ്, റെഡ് കളറിലാണ് ഈ ബോംഷെൽ ഇൻറ്റൻസ് വരുന്നത്. മറ്റേത് കുറച്ചൊരു കോഫി കളറിലാണ് നമ്മൾ ബോംഷെല്ല് എന്ന് പറഞ്ഞ് വരുന്നത്. രണ്ട് കളറിലാണ് പോകുന്നത്. ഞാൻ ഒരിട്ടന്നല്ല, യൂട്യൂബിൽ ഇൻസ്റ്റാഗ്രാം 2-3 ദിവസം നമ്മൾ റിവ്യൂ ചെയ്തിരുന്നു, കണ്ടോ. അങ്ങനെയാണ് വരുന്നത്. പെർഫ്യൂമിന്റെ ആറ്റമൈസർ ക്വാളിറ്റി നമുക്ക് നോക്കാം. ഒരു അഡാറ് സ്മെല്ലാണ്. ഓപ്പണിങ്ങിൽ ആ ഫ്ലോറൽ നോട്ട്സ് ഇത്തിരി ഡാർക്കായിട്ട് വരുന്നുണ്ട് എന്ന് മാത്രം ആദ്യത്തെ നോട്ടിൽ കേട്ടോ. പിന്നെ അത് മൈൽഡായി ലൈറ്റായി വരികയാണ്. എനിക്ക് നല്ല ഇഷ്ടമാണ് ഇതിൻ്റെ സ്മെല്ല്. ഞാൻ രാവിലെ മോർണിംഗിലാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഷോപ്പിലെത്തിയ ഉടനെ ഏകദേശം ഒരു 9 മണി ഒക്കെ ടൈമായി. ഞാൻ വീഡിയോ മോർണിംഗ് ചെയ്യാനുള്ള റീസൺ എന്താ വെച്ചാൽ, ഞാൻ ഇപ്പം ഇന്നിപ്പോൾ ഈ വീഡിയോ ചെയ്ത സമയത്ത് ഇൻറ്റൻസിൻ്റെ ഒരു 4-5 നിഫ് ഞാൻ അടിച്ചു വിട്ടു. ഇത് എത്ര സമയം നിൽക്കുമെന്ന് ചോദിച്ചാൽ ഈ ഇൻറ്റൻസിൻ്റെ ഒക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ റിവ്യൂ ചെയ്യുന്ന സമയത്ത് ഞാൻ അതേപോലെ തന്നെ ടെസ്റ്റ് ചെയ്തിട്ടിരുന്നു. ഒരു 4 to 5 മണിക്കൂറിൻ്റെ അടുത്തോളം നിങ്ങൾക്ക് ഇതിൻ്റെ ലാസ്റ്റ് നമുക്ക് ഷുവറായിട്ടും പറയാൻ കഴിയും. നമുക്ക് വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ട് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ വീണ്ടും ചെയ്തത്. അതാണ് നമുക്കിതിൻ്റെ ഒരു കാര്യമായൊരു ക്വാളിറ്റി നമുക്കിതിൽ പറയാൻ കിട്ടുക. ലാസ്റ്റിങ്ങിൻ്റെ കാര്യം 4 മണിക്കൂർ ഷുവറായിട്ടും. അത് ഞാൻ ഷോപ്പിൽ തന്നെ ആയിക്കോളണമെന്നില്ല, പുറത്ത് അവിടെയും ഇവിടെയൊക്കെ ആയിട്ടുണ്ടാവുന്ന സമയത്ത് പോലും നമുക്ക് ആ ലാസ്റ്റിങ് നമുക്ക് ഷുവറായിട്ട് ഇതിന് പ്രതീക്ഷിക്കാം. ഇതിനെക്കുറിച്ച് പറയാനുള്ളത്, ലേഡീസിൻ്റെ ഒരു ഇഷ്ടപ്പെടുന്ന ഫ്ലോറൽ നോട്ട്സ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് മാത്രമാണ്. ഇപ്പം ഈ ഒരുപാട് ഊത് കാറ്റഗറിയിൽ ഒരുപാട് കയറിപ്പം അഹമ്മദ് അൽ മഗ്രിബിൻ്റെ മർജ്, അതേപോലെ തന്നെ അഹമ്മദ് അൽ മഗ്രിബിൻ്റെ ഇഗ്നിറ്റി, അതേപോലെ തന്നെ അതിൻ്റെ ബിൻഷെയ്ക്ക്, ഇങ്ങനെ തോന്നുന്ന ഊത്, സമ്മർ ഊത്, ഇങ്ങനെയുള്ള ഊതുകളൊക്കെ വന്നതോടുകൂടി ചില ലേഡീസിന് അങ്ങനത്തെ സ്മെല്ല് ഇഷ്ടമാവുന്നുണ്ട്. കാരണം നമുക്ക് അങ്ങനത്തെ സ്മെല്ലുകൾ കൊടുത്തിട്ട് ലേഡീസ് അഭിപ്രായം നല്ല കോംപ്ലിമെൻ്ററി ആണ്, നല്ല അഭിപ്രായം ഉണ്ട്, നല്ല എൻക്വയറി ഉണ്ട് എന്നുള്ള എനിക്ക് നല്ല ഫീഡ്ബാക്ക്, അങ്ങനത്തെ ഫീഡ്ബാക്ക് തന്ന ആളുകൾ ഒരുപാട് ലേഡീസ് ഉണ്ട്. അതിനോടാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ആദ്യം നമുക്ക് മീൻസ് ഇങ്ങനത്തെ ഒരു 4 വർഷം മുന്നൊക്കെ നമ്മൾ ഒരു പെർഫ്യൂമിൻ്റെ കാര്യം ലേഡീസിന് സജഷൻ ചെയ്യണമെന്ന് പറയുമ്പോൾ അവർക്ക് നമ്മൾ ഒരു ലൈറ്റ് ഫ്ലോറൽ സ്വീറ്റ് നോട്ടൊക്കെ ചെറുതായിട്ടുള്ള ഏതെങ്കിലും പെർഫ്യൂമുകളാണ് നമ്മൾ കാര്യമായി സജഷൻ ചെയ്ത് കൊടുക്കാറുണ്ട്. അതിൻ്റെ ഇപ്പം ഇങ്ങനത്തെ ലേഡീസിന് പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷെ ഇങ്ങനത്തിനുള്ള പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള എന്താണെന്ന് വെച്ചാൽ, ഇത്തിരി ഡാർക്ക് ഊത് കാറ്റഗറിയിൽ വരുന്ന ഒരു പെർഫ്യൂം ഞമ്മക്കിഷ്ടമാവും. മീൻസ് ഇന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പം എനിക്കിഷ്ടമായിരിക്കാരം. പക്ഷെ അടുത്തിരിക്കുന്ന നമ്മളെ അടുത്ത കൗണ്ടറിലെ ക്യാബിലെ ഓഫീസിലൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ടീച്ചിങ് ഒക്കെ ആണെങ്കിൽ നമ്മൾ മറ്റുള്ള ആളുകളുടെ ഇടയിൽ കൂടെ ഇടവഴകി പോകുന്ന സമയത്ത് എല്ലാവർക്കും ഇത് ഇഷ്ടമായിക്കൊള്ളണം എന്നില്ല. അങ്ങനത്തെ ആ ടബാക്കോ അല്ലെങ്കിൽ ആ ഒരു അഗർ ഊതിൻ്റെ അല്ലെങ്കിൽ ആ സഡാർ ഊതിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ദഹനിൽ ഊതിൻ്റെ ഒക്കെ സ്മെല്ലുകൾ ഇത്തിരി കൂടുതലാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഇഷ്ടമാവില്ല. നമ്മൾ ഒരു പെർഫ്യൂം അപ്ലൈ ചെയ്തിട്ട് മറ്റുള്ളവർക്ക് ഒരു വിഷമം ഉണ്ടാവണില്ലാറ നല്ലത് എല്ലാവർക്കും കൂടി ഒരു കോമൺ ആയ ഫ്രാഗ്രൻസ് ഉപയോഗിക്കുക. ഇത് നമ്മൾ ഒറ്റയ്ക്കുള്ള സമയത്ത്, ഇപ്പം ഞാൻ ഒറ്റയ്ക്കുള്ള എൻ്റെ ഒരു യാത്രയിൽ ഒറ്റയ്ക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒത്തിരി ഡാർക്കുള്ള ഊതുകൾ ഞാൻ ഉപയോഗിക്കും. കാരണം എനിക്ക് അങ്ങനത്തെ ഇത്തിരി ഇഷ്ടമാണ്. എന്നാൽ പൂർണ്ണമായും അങ്ങനത്തെ ഡാർക്കുള്ള ഊതുകൾ അത്ര തന്നെ ഇഷ്ടമല്ല. പെർഫ്യൂമുകൾ തന്നെയാണ് ഇഷ്ടം. ഞാൻ അങ്ങനത്തെ ഉപയോഗിക്കും. അത് കുറഞ്ഞ സമയത്തേക്ക്, അതൊരു ആത്മീയ സ്മെല്ലൊക്കെയാണ് നമുക്കതിന് പറയാൻ കഴിയുക. പക്ഷെ ഇപ്പം നമ്മളെ ഈ ഷോപ്പിൽ വന്നിട്ട് നമ്മളെ ഷോപ്പിൻ്റെ അടുത്ത് തന്നെയാണ് കൂൾബാറുള്ളത്. അവിടുത്തെ ആ കൂൾബാറിലെ ജ്യൂസ് മേക്കർ യൂനുസ് ബായിക്ക് ഇങ്ങനത്തെ ഒരു ഫ്രാഗ്രൻസും ഇഷ്ടമല്ല. ബൈ ചാൻസ് നമ്മൾ ഇങ്ങനത്തെ എന്തെങ്കിലും കയ്യിലുണ്ട് അല്ലെങ്കിൽ അടിച്ചിട്ടുണ്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്, അവിടെ പോയി കഴിഞ്ഞാൽ മൂപ്പര് പറയും, ഇന്ന് മറ്റേ ആ ഊതാണല്ലോ, ഭയങ്കര തലവേദന ഉണ്ടാവും എനിക്ക് കിട്ടുമെന്ന് പറയും. അത് അവിടെ ഞാൻ പറഞ്ഞ എല്ലാവർക്കും അങ്ങനത്തെ സ്മെല്ലുകൾ ഇഷ്ടമല്ല എന്നുള്ളത്. ഇത് ആ ഒരു ഫ്ലോറൽ നോട്ട്സ്, സ്വീറ്റ് നോട്ട്സ് ഒക്കെയാണ് നമുക്ക് വിക്ടോറിയൻ്റെ ബോംഷെല്ലിൽ നിൽക്കുക. ജാസ്മിൻ നോട്ട്സ് ഇത് എവിടേക്കോ വന്നും പോയി നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഓപ്പണിംഗ് അല്ല മിഡിൽ നോട്ടിലാണ് സംശയം, വന്നും പോയി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് സീക്രട്ട് ബോംഷെല്ല്, വിക്ടോറിയ ബോംഷെൽ ഇൻറ്റൻസിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ പറയാനുള്ളത്. പിന്നെ ലാസ്റ്റ് ഞാൻ പറഞ്ഞ 4 മണിക്കൂറിന് അടുത്ത് കിട്ടുള്ളൂ. ഇതിൻ്റെ 8 ml ഡീക്കൻറ്റുകൾ നമ്മളെ കയ്യിൽ അതും ആണെങ്കിൽ അവൈലബിൾ ആണ്.
820 രൂപയാണ് നമ്മളതിന് ചാർജ് ചെയ്യുന്നത് 8 ml ഡീക്കൻ്റ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആവശ്യക്കാരെ കോൺടാക്ട് ചെയ്യാൻ ഫുൾ ബോട്ടിൽ വേണമെങ്കിൽ അതിപ്പോൾ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഇല്ല. എൻക്വയറി ചെയ്താൽ നമുക്ക് സാധനം നാട്ടിൽ ഇവിടെ ഇന്ത്യയിൽ ഡെലിവറി ആക്കി കൊടുക്കാൻ പറ്റും. അപ്പോൾ ആവശ്യക്കാരെ കോൺടാക്ട് ചെയ്യാൻ വീഡിയോക്ക് താഴെ നമ്പർ വെക്കാം കേട്ടോ.